നമസ്കാരം. ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഒരു 10 ദിവസമായിക്കാണ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ഇപ്പോൾ എൻ്റെ സ്റ്റാറ്റസിലൊക്കെ ഈ ഉപനിഷത്തുകളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. ഒരു 13 ഉപനിഷത്തുകൾ വരെ ഞാൻ ഇതുവരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് എനിക്ക് കഴിയുന്നത് പോലെയൊക്കെ അത് മനസ്സിലാക്കി മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് ഞാനത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. 13 ഉപനിഷത്തുകളെ പറ്റി. മൊത്തം 100-200 ഉപനിഷത്തുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ അറിവിൽ ഒരു 65 ഉപനിഷത്തുകളെ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. 65 എണ്ണേ കണ്ടിട്ടുള്ളൂ. അതിൽ തന്നെ 65 എണ്ണത്തിൽ നിന്ന് ഞാൻ ഒരു 27 എണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം നോക്കി അതിൽ നിന്നാണ് ഈ 13 എണ്ണം ഇട്ടിരിക്കുന്നത്. ഇനി 27 ഉപനിഷത്തുകളുടെ ഉള്ളൂ ഞാൻ നോക്കാനുള്ള അവൈലബിൾ ആയിട്ടുള്ള. അപ്പോൾ കിട്ടുന്ന ആ 27 ഉപനിഷത്തുകളിൽ നിന്ന് നല്ലത് നോക്കിയെന്ന് വെച്ചാൽ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങൾ ആ 27 ഉപനിഷത്തുകളിൽ ഞാൻ വരും ദിവസങ്ങളിലൊക്കെ അപ്ലോഡ് ചെയ്യുകയല്ല, ഞാൻ സ്റ്റാറ്റസിലോട്ട് ഇടാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ എപ്പിസോഡ് എൻ്റെ 230ാമത്തെ എപ്പിസോഡാണ്. ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ലഹരിയെപ്പറ്റി ഉള്ള കാര്യങ്ങൾ. ലഹരി ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമാണ് ലഹരി. അത് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് ഉപയോഗിക്കുന്നത്. എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ഒരു സ്കൂൾ കുട്ടികൾ മുതൽ ഉപയോഗിക്കുന്നതായിട്ടാണ് നമ്മൾ ദിവസവും പേപ്പറിലൊക്കെ വായിക്കുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഈ മനഃശാസ്ത്രം ഇതിനെപ്പറ്റി പറയുന്നതെന്നുള്ളതാണ് ആദ്യം ഞാൻ നോക്കുന്നത്. മനഃശാസ്ത്രം പറയുന്നത് ഇതൊരു ലഹരിക്ക് അടിമയാകുന്നത് ഒരു മെൻ്റൽ ഹെൽത്ത് ഡിസോർഡറാണെന്നാണ് പറയുന്നത്. അപ്പം ഈ ഡോപ്പമിൻ എന്ന് പറഞ്ഞൊരു ഇത് ബ്രെയിനിനകത്തുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ബ്രെയിനിനകത്തുള്ളൊരു ഇതാണ് ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ വ്യത്യാസം അനുസരിച്ചാണ് ഈ ലഹരിക്കുള്ളൊരു ഇത് കൂടുന്നതെന്നാണ് പറയുന്നത്. അതിൻ്റെ അളവ് ഇത് കൂടുന്നതനുസരിച്ച് ഇത് ഉപയോഗിക്കാനുള്ള ടെൻഡൻസി കൂടുമെന്നാണ് മനഃശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. അത് മെൻ്റൽ ഹെൽത്ത് ഡിസോർഡറായിട്ടാണ് അത് മനഃശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്, ഈ കുടുംബവുമായിട്ട് അത്ര സഹകരണക്കുറവുള്ളവരുണ്ട്. കുടുംബം എന്ന് വെച്ചാൽ അച്ഛനും മക്കളും ഒക്കെ ആയിട്ടുള്ള ഒരു അകൽച്ചയുള്ള വീടുകളിലുമൊക്കെ ഇങ്ങനെ സംഭവിക്കാമെന്നാണ് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ആദ്യകാലം മുതലേ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ള ആളുകളുണ്ട്. ഈ ചെറുപ്പത്തിൽ സ്കൂൾ ഈ പറഞ്ഞ പോലെ തന്നെ സ്കൂളിലെ സാഹചര്യം, അനുകൂല സാഹചര്യം കിട്ടുമ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ള കുട്ടികളുണ്ട്. അതും ഒരു കാരണമെന്നാണ് പറഞ്ഞത്. പിന്നെ ലഹരി കൂടുതലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാലും ഇത് വരുമെന്നാണ് പറഞ്ഞത്. ഒരിക്കൽ ഈ പല ലഹരി സാധനങ്ങളും കൂടുതൽ ആയിട്ടുള്ള ഇതുണ്ട്. അത് കുറച്ച് ഉപയോഗിച്ചാൽ മതി, പക്ഷേ അത് അവർക്ക് ആ ടെൻഡൻസി ഒരിക്കലും മാറത്തില്ലെന്നാണ് പറയുന്നത്. ഇങ്ങനെ വീണ്ടും ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. പിന്നെ ഈ ഡിപ്രഷൻ ഉള്ള ആളുകൾക്കും, ഈ മാനസികമായിട്ടുള്ള ആളുകൾ ഡിപ്രഷൻ എന്ന് പറയുന്നത്, ഡിപ്രഷനുള്ള ആളുകൾക്കും ഇത് സംഭവിക്കാമെന്നാണ് പറഞ്ഞത്, ഈ ലഹരിയോടുള്ളൊരു താല്പര്യം. പിന്നെ ഈ ആൻസൈറ്റി, ഡിപ്രഷൻ പോലെ തന്നെ അപകടം പിടിച്ചൊരു കാര്യം ആൻസൈറ്റി, ആകാംക്ഷ, ഉത്കണ്ഠയുള്ള ആളുകൾക്കും ഇത് ഈ ലഹരി ഉപയോഗിക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പിന്നെ ഈ ലഹരി ഉപയോഗിക്കുന്നവർ മറ്റുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കും. ഇപ്പം പ്രായം കൂടിയ ആളുകൾ പ്രായം കുറഞ്ഞ ആളുകളെ പ്രോത്സാഹിപ്പിക്കും. എന്നുവെച്ചാൽ അവർക്ക് ഒരുമിച്ച് ലഹരി ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ ഒരുക്കി കൊടുക്കുന്നതും ഇതിൻ്റെ ഒരു കാരണമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാൻ പല വീടുകളിലും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുക, അച്ഛനും മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് ലഹരി ഉപയോഗിക്കുന്ന വീടുകളുണ്ടെന്നാണ് പറയുന്നത്. അതുമൊക്കെ ഈ ആ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ അവരാരും അറിയുന്നില്ല. ഈ മക്കൾ ഇതിൻ്റെ ഒരു അഡിക്ഷൻ കൂടിക്കൂടി വരുമ്പം അവർ എന്തെല്ലാം സമൂഹത്തിന് എന്തൊക്കെ ദോഷമോ ചെയ്യുന്നെന്നുള്ളവർ ചിന്തിക്കാതെ ആയിരിക്കും അങ്ങനെ ചെയ്യുന്നത്. പല വീടുകളിലുണ്ട്. പിന്നെ ചിലയിടത്ത് ജ്യേഷ്ഠാനുജന്മാരാണ് ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് മദ്യവും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ലഹരി ഉപയോഗിക്കുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള
ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനി ഹിന്ദു തത്വശാസ്ത്രം അനുസരിച്ച് എന്താ പറയുന്നത് നോക്കാം. അത് മനോനിയന്ത്രണത്തിൻ്റെ കുഴപ്പമാണെന്ന് തന്നെയാണ് ഹിന്ദു തത്വശാസ്ത്രത്തിലും പറഞ്ഞിരിക്കുന്നത്. പിന്നെ സന്തോഷത്തിന് അന്വേഷണം, ഈ കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത് ചിലർക്ക് കൂടുതൽ അങ്ങ് ആഹ്ലാദിക്കുന്ന ചില ആളുകളുണ്ടല്ലോ, അവർക്ക് ഈ ഇത് കഴിച്ചെങ്കിലേ അവർക്ക് മനസ്സിന് സന്തോഷം കിട്ടത്തുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെ അതും ലഹരിയുടെ ഒരു കാരണമായിട്ടാണ് കാണുന്നത്. പിന്നെ ചിലർ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി പിന്നെ മദ്യം അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഈ അഹങ്കാരം, അസൂയ ലഹരി ഉപയോഗത്തിന് ഓരോ കാരണമായിട്ടാണ് പറയുന്നത്. കാരണം ഈ പിന്നെ പല ആളുകളുടെയും പിന്നെ അഹങ്കാരവും, പിന്നെ ഇപ്പം സാമ്പത്തികമൊക്കെ ഇച്ചിരി ഉള്ള ആളുകളും ഇത് ലഹരി ഉപയോഗിക്കുന്നെങ്കിൽ അവർക്ക് സ്റ്റാറ്റസ് ഒക്കെ കിട്ടത്തുള്ളൂ എന്നുള്ള ചില ധാരണ ഉള്ളവരുണ്ട്. അതും പിന്നെ മറ്റുള്ളവരുള്ള അസൂയ ഉള്ള ആളുകളും ലഹരി ഉപയോഗിക്കുന്നെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതും ഒരു കാരണമായിട്ടാണ് പറയുന്നത്. ഇനി ഭഗവത്ഗീതയിലൊക്കെ ഇത് പറയുന്ന ഒരു പാപമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഈ മദ്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള ലഹരി ഉപയോഗിക്കുന്ന ഒരു പാപം ആയിട്ടുള്ള കാര്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പിന്നെ കാമക്രോധ മോദ മത മാത്സര്യം എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞിരിക്കുന്നതിൽ ഈ ഒരെണ്ണം, അതായത് ഈ മതം വരുന്നത് ഈ ലഹരി ഉപയോഗിച്ചിട്ടാണെന്നാണ് പിന്നെ ഭഗവത്ഗീതയിലും എല്ലാം പറഞ്ഞിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു പിന്നെ ലഹരിയുടെ പിന്നെ ഈ ഒരു സംഭാഷണത്തിനിടെ ഞാൻ കേട്ട ഒരു കാര്യമാണ്. അതായത് അത് സാമൂഹ്യ പ്രവർത്തനമാണ് പറഞ്ഞിരിക്കുന്നത്. പുള്ളി പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ഈ പഴയ കാലത്താണെങ്കിൽ കുട്ടികൾക്കൊക്കെ അധ്യാപകരെ പേടിയാണല്ലോ, പിന്നെ ചൂരലൊക്കെ ഉപയോഗിച്ചൊക്കെ അവരെ അടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു കാലഘട്ടമായിരുന്നല്ലോ പണ്ട്. ഇപ്പോൾ അതൊന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ അതും ഒരു കാരണമായിട്ടാണ് ആ സാമൂഹ്യ പ്രവർത്തനം പറഞ്ഞിരിക്കുന്നത്. കുട്ടികൾക്കൊന്നും അധ്യാപകരെ പേടിയില്ല, അതുകൊണ്ടായിരിക്കും ഈ ലഹരി ഉപയോഗമൊന്നും അവർ ആര് പറഞ്ഞാലും അവരനുസരിക്കുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. എന്തായാലും ഒരു സാമൂഹിക വിപത്ത് തന്നെയാണ്. എത്രയും വേഗം ഇത് സമൂഹത്തിൽ നിന്ന് നമ്മൾ തുടച്ചു മാറ്റേണ്ട ഒരു കാര്യം തന്നെയാണ്. ലഹരി ഒരു കാരണവശാലും ഉപയോഗിക്കരുതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായവും. ഞാൻ പിന്നെ ഒരിക്കലും ലഹരി ഉപയോഗിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നൊരു പ്രശ്നമേ ഇല്ല. കാരണം എനിക്ക് അങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കേൾക്കുമ്പോഴേ എനിക്ക് അവരോട് ഭയങ്കര ദേഷ്യമാണ് തോന്നുന്നത്. അങ്ങനെ ഒരിക്കലും ഉപയോഗിക്കരുതാത്തൊരു ആഹാരം ഉപയോഗിക്കുന്നതല്ലല്ലോ ലഹരി ഉപയോഗിക്കുന്നത്. ഒരിക്കലും ലഹരി ഉപയോഗിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.